സോ ഗൈസ് വെൽക്കം ബാക്ക്. ഇത്തിരി നേരം സിനിമ ഞാൻ കണ്ട് 2 മണിക്കൂർ 17 മിനിറ്റ് റൺ ടൈമുള്ള സിനിമ. അങ്ങനെ ഉറക്കം തൂങ്ങി കണ്ട് തീർത്ത്. ഗൈസ്, ഇതൊരു ഉറക്കം തൂങ്ങി സിനിമയുടെ ഒരു ഉറക്കം തൂങ്ങി പടം. ഒന്നുമില്ല കഥ, സിമ്പിൾ കഥ. ഇച്ചിരി നേരം ഞാൻ ഈ തിയേറ്ററിൽ അധികം ക്രൗഡ് കാണാത്തപ്പോഴേ വിചാരിച്ചു. ഞാൻ 10:45 ഫോറം മാളിലാണ് പോയത്. പടം കണ്ട് കഴിഞ്ഞ് വന്ന് ഇവിടെ ഇരിക്കാനാണ്. അതേ ആൾക്കാരൊന്നുമില്ല. ഫ്രണ്ട് സീറ്റിൽ 150 രൂപ ടിക്കറ്റ് അടിച്ചിട്ട് നേരെ ബാക്കിൽ പോയിരുന്നു. അല്ലാണ്ട് പിന്നെ എനിക്കിപ്പോൾ രണ്ടാണ് ഇവിടെ 10-30 രൂപ കൂടുതൽ കൊടുത്ത് ബാക്കിൽ പോയിരിക്കാൻ. കാരണം ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. വളരെ വളരെ ലാഗ് സിനിമ, സിമ്പിൾ കഥ. നമ്മൾ ഒരു 4 ഇയേഴ്സ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് മലയാളത്തിൽ, മറ്റേ പ്രിയ വാര്യറൊക്കെ അഭിനയിച്ച അതേപോലത്തേക്ക് അതല്ല, പക്ഷെ അതേപോലെ ഇങ്ങനെ വലിച്ച് നീട്ടി ഉണ്ടാക്കിയേക്കണം. അതായത് റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിക്കണ പോലെ വലിച്ച് നീട്ടി ഉണ്ടാക്കിയേക്കണ ഒരു സിനിമ. സത്യം പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ തീർക്കാനുള്ള സംഭവമേ ഉള്ളൂ. അതിനിങ്ങനെ വലിച്ച് ഇങ്ങനെ നീട്ടിയേക്കണാണ് സിനിമയുടെ പ്രധാന കഥാപാത്രം നമ്മുടെ റോഷൻ മാത്യൂസ്. പുള്ളി അനീഷ് എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. പുള്ളി ഇച്ചിരി നേരം ഇവിടെ പടം തുടങ്ങുന്നത് നമ്മൾ മറ്റേ പോഡ്കാസ്റ്റൊക്കെ വെച്ചുകൊണ്ടാണ്. മറ്റേ മൈത്രേൻ്റെ പോഡ്കാസ്റ്റും കുറേ പൊളിറ്റിക്സും പണ്ടാരമൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങേര് ഒരു ലവർ, പണ്ട് ലവറായിരുന്നു, ഇപ്പം പുള്ളി കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ ആ പണ്ടത്തെ ലവർ പുള്ളിനെ വിളിക്കുന്നു. പിന്നെ അവിടെ തൊട്ട് അവർ തമ്മിലുള്ള കുറേ പഴയ കഥകൾ, കാര്യങ്ങൾ, ബാറിലടി, അത് കഴിഞ്ഞിട്ട് വേറൊരു ബാറിൽ പോയി പിന്നെ അടി, അങ്ങനെ അടിച്ചടിച്ച് അവസാനം പെണ്ണ് ഔട്ടാവും, കിടന്ന് ഓഫായി പോവും. തന്നെ സിനിമ ഇതിങ്ങനെ റബ്ബർ ബാൻഡ് വലിച്ചേക്കണ പോലെ വലിച്ചേക്കണാണ്. പിന്നെ ഈ സിനിമയിൽ മെയിനായിട്ട് അഭിനയിച്ചേക്കണ കേസ് ആനന്ദ് മമ്മദൻ. പുള്ളി ഇച്ചിരി റിലീഫ് ഉണ്ടായിരുന്നു. കാരണം ഇൻ്റർവെലിന് ശേഷം, പോസ്റ്റ് ഇൻ്റർവെലിന് ശേഷം പുള്ളിയുടെ കുറേ സീൻസ് ഉണ്ട്, അത്യാവശ്യം നന്നായിരുന്നു. പക്ഷെ പടം ഓവറോൾ പറയല്ലേ ഒരു ഷോർട്ട് ഫിലിമിൽ തീർക്കാനുള്ള പടവിടെ. പഴയ ലവർ വർഷങ്ങൾക്ക് ശേഷം വിളിക്കുന്നു, കാണുന്നു. പഴയ ലവറും കുറച്ച് ഒരു ഇൻറ്റിമേറ്റ് ഒക്കെ ആയിട്ട് സംസാരിക്കുന്നു ഇല്ലേ? അപ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, ഇവർ ചെക്കനും ഏകദേശം, ചെക്കൻ കല്യാണം കഴിച്ച ഓൾറെഡി കുട്ടിയുണ്ട്, സ്റ്റിൽ പഴയ കാമുകിയായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഒരു നല്ല സിംഗിലെത്തുന്നുണ്ട്. ആ ഒരു ഇൻറ്റിമസി വന്ന് നമ്മളെന്താ വിചാരിക്കുന്ന, അവരുടെ റൂമെടുത്ത് പരിപാടി കഴിയുന്നു അതായിരിക്കും. പക്ഷെ ഇവിടെ ഇതിൽ ഈ പടത്തിലൊരു ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇതിൽ നായിക എന്ന് പറഞ്ഞ വാള് വെച്ചിട്ട് പിന്നെ അവർ തമ്മിൽ മറ്റേ അവൾ വാള് വെച്ച് ഔട്ടായിട്ട് പിന്നെ ആ പെണ്ണിനെയും കൊണ്ട് ഓടുന്നതാണ് പടം. പിന്നെ ജിയോ ബേബി ഒക്കെ ഈ സിനിമയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു കേസ്. ജിയോ ബേബി ഉണ്ട് ഓട്ടോറിക്ഷയായിട്ട്. പിന്നെ ആനന്ദ് മന്മഥൻ കുഴപ്പമില്ല, പുള്ളിയുടെ സീന് കുറച്ച് നന്നായിട്ടുണ്ട്. ഒരു ഉറക്കം തൂങ്ങി പടം, സീരിയസ്ലി. ഒരു ടോൺ ഇങ്ങനെയാണ്, അതായത് കഥക്ക് നമ്മുടെ സിനിമക്ക് സൂട്ടാവുന്ന അതേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. നല്ല ഉറക്കം തൂങ്ങി പടം. ഒട്ടും ഒരു ഷോർട്ട് ഫിലിം എടുത്താൽ പോലും ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കളയും ഇങ്ങനത്തെ കഥയൊക്കെ. ഇവർ തമ്മിലുള്ള കുറേ സംസാരങ്ങൾ, ഇപ്പോൾ മുമ്പത്തുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് പിരിഞ്ഞ, അതാണ് ഇതാണ് മറ്റേണ് മറിച്ചാണ്, ഇത് തന്നെ. സ്റ്റിൽ ഐ ആം ഹാപ്പി മാൻ. റോഷൻ മാത്യു പുള്ളി നല്ല പൊട്ടൻഷ്യലുള്ള നടനാണ് ഗൈസ്. പുള്ളിയുടെ കപ്പേളയൊക്കെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറേ പുള്ളിക്കൊക്കെ നല്ല വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ബട്ട് സ്റ്റിൽ അധികം ക്യാരക്ടേഴ്സൊന്നും കിട്ടുന്നില്ല ഇങ്ങനത്തെ ഉളപ്പടങ്ങളിലൊക്കെ കിട്ടുന്നത്. പിന്നെ സെറിൻ ഷിഹാബാണ് നായികയായിട്ട് അഭിനയിച്ച. ഗൈസ് ഇവരുണ്ടല്ലോ, നമ്മുടെ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ ആസിഫ് അലിയുടെ ഒരു പടത്തിൽ വില്ലത്തിയായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു നടിയാണ് ഇത്. മറ്റേ രേഖാചിത്രത്തിൽ വില്ലത്തിയായിട്ട് അഭിനയിച്ചാണ്. മറ്റേ കിളവിയായിട്ടൊക്കെ വന്നവരുടെ അഭിനയിച്ചിട്ടുള്ള ഇതാണ് സെറിൻ ഷിഹാബ്. പിന്നെ ജിയോ ബേബി ഉണ്ട്, ആനന്ദ് മന്മഥൻ ഉണ്ട്, പിന്നെ നന്ദു ആക്ടർ ഉണ്ട്. അങ്ങനെ കുറച്ച് പേര് അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കിയിട്ട് 2.5 മണിക്കൂർ ഇട്ട് വലിച്ചു നീട്ടി കുറേ പാട്ടൊക്കെ വെച്ച് കന്യാകുമാരിയും കുറേ പോയി ഷൂട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കിയ ഒരു അപരാധ പടം എന്ന് ഞാൻ പറയില്ല. ഒരു ഉറക്കം തൂങ്ങി ഒരു സ്ലീപ്പി സിനിമ. അങ്ങനെ ഉറങ്ങട്ടെ കേസ്. ഇതൊക്കെയാണ് നമ്മുടെ സിനിമ.